തിയേറ്ററിൽ ആളില്ലാതെ 100 കോടി മേടിച്ച ആദ്യത്തെ പടം എമ്പുരാനേ. സംഭവം കേട്ടോ. എമ്പുരാനൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പുറത്തൊക്കെ നിന്ന് ആ പാട്ട് ഉറക്കെ ഒന്ന് പാടുവാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. ഹോട്ടലിലൊക്കെ ഇരുന്ന് ചുമ്മാ അങ്ങനെ പാടുന്നു. ഞാൻ ഈ പല്ല് കാണിക്കുന്നത് എന്തിനറിയോ? പല്ല് ക്ലീനാ. പല്ല് ഇടയ്ക്കിടയ്ക്ക് പോയി ക്ലീൻ ചെയ്യണം. പക്ഷെ എനിക്കല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ക്ലീൻ ചെയ്യുമ്പോൾ പല്ല് പുളിക്കരുത്. അടുത്ത് ആ ക്ലീൻ ചെയ്തിറങ്ങുന്ന അന്ന് പോലും പുളിക്കരുത്. ഇവിടെ നിങ്ങളുടെ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ അത് പല്ല് പുളിക്കുക, ചൂടുവെള്ളം കുടിച്ചാലും തണുത്ത വെള്ളം കുടിച്ചാലും പുളിക്കുക എന്ന് പറയുന്നത് ഒരു പണി അറിയാത്ത ആളുടെ ഈ പല്ല് കിട്ടി എന്നങ്ങ് വിചാരിച്ചാൽ മതി. അവരെന്നിട്ട് കുറേ കാശും മേടിച്ചു. നിങ്ങളത് കണ്ടുപിടിക്കണം, എവിടെയാണ് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഈ പുളിപ്പില്ലാത്തതെന്ന്. പുളിപ്പില്ലാത്ത സ്ഥലങ്ങളുണ്ട്. എനിക്ക് 1-2 സ്ഥലങ്ങൾ അറിയാം, അല്ലാതെ ഒത്തിരി സ്ഥലത്ത് ഞാൻ പോയി ക്ലീൻ ചെയ്യാറില്ല. ഇതൊന്ന് കിട്ടിയത് ഭാഗ്യം. പുളിയിടാത്ത പല്ല് ക്ലീൻ, പല്ല് കറി, പുളിയിടാത്ത പല്ല് കറി. അപ്പോ അത് നല്ലൊരു അനുഭവമായിരിക്കും. നിങ്ങൾക്ക് ക്ലീൻ ചെയ്യുന്നിടത്ത് പോയി നോക്ക്. നിങ്ങൾക്ക് ഒരു ദിവസം പോലും അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ കുടിക്കുക. പിന്നെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. സെൻസിറ്റീവ് ആണെങ്കിൽ എവിടെ ചെന്നാലും ഒരുപോലെ ആയിരിക്കും. പക്ഷേ ചിലയിടത്ത് അങ്ങനെ അല്ല. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് പല സ്ഥലങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലുള്ള സ്ഥലങ്ങൾ എനിക്കറിയാവുന്നത് മാത്രം ഞാൻ പറയും. അല്ലാതെ കമൻ്റ് അടിച്ചാലോ അല്ലെ അവിടെ നിന്നെന്ന് പറഞ്ഞാലോ ഞാൻ പറയത്തില്ല. ഞാൻ അവിടെ പോയി നോക്കണം. അതിനെനിക്ക് സമയമില്ല. എനിക്കറിയാവുന്ന 1-2 സ്ഥലങ്ങളെ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, വേണേ പോയി പല്ല് ക്ലീൻ ചെയ്യുമോ എന്തെങ്കിലും ക്ലീൻ ചെയ്യുമോ ഒക്കെ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ക്ലീനിങ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ പ്രൊസീജിയേഴ്സ് ഒന്നും എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി. ചുറ്റ്കി സിന്ദൂർ പുതിയ ചെറിയാന്ന് വിചാരിക്കും ചിലപ്പോൾ ഹിന്ദി അറിയാത്ത. ചുറ്റ്കി സിന്ദൂർ ഇറങ്ങി മാറിക്കടാ. വന്നേക്ക് വണ്ടി എടുത്തോണ്ട്. ചുറ്റ്കി സിന്ദൂർ, ചുറ്റ്കി സിന്ദൂർ ഇങ്ങനെയല്ലേ? ഒരു നുള്ളു സിന്ദൂരം ഒന്നോ അങ്ങനെ കണ്ട. ഹിന്ദിയാണേ, മലയാളമാണെന്ന് വിചാരിച്ച. ബ്ലൂടൂത്ത് അങ്ങനെ പറയുന്നവര് ഓണാക്കാൻ. ടേൺ ഓൺ യുവർ ബ്ലൂടൂത്ത്. അല്ല, അപ്പുറത്ത് പോവാ. ഇതും വലിയ ജാടയാ. അങ്ങനത്തെ ജാട. അതെവിടെ നമ്മളെ എവിടെയെങ്കിലും പോട്ടെ. ഭയങ്കര വലിയ സംഭവമാണ്. ഏതാണ്ട് ഉണ്ടാക്കിയെന്ന് ഒന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഷവർമയിൽ 2 സംഭവം കാണിക്കാൻ പോവാ കേരളത്തിലേക്ക്. അത്രയൊന്നും ഇല്ലടേ. ഇതൊന്നും അല്ലേ എന്തുവാ ഈ പറഞ്ഞ അത്ത കോഴി അത്തത്, അത് പൊരിച്ചെടുത്തുന്നോ കറി വെച്ചെന്നൊക്കെ പറയുന്നത് സംഭവം. അത്രയല്ലേ ഉള്ളൂ. ചിലപ്പോ കൊന്നത്, ചിലപ്പോ ചത്തത്. കമ്പി കുത്തിക്കയറ്റി കറക്കുന്നു. പാവപ്പെട്ട കോഴികളെ ഇങ്ങനെ പീഡിപ്പിച്ചു കൊല്ലുന്ന വേറൊരു ജീവിയും ഭൂമിയിലില്ല. വേണ്ട, ഇത് കണ്ടോ? എല്ലാ പോലീസുകാരും വഴിയരികിൽ പാത്ത് നിന്ന് പെറ്റിയടിക്കും സാറ്. തന്നെ 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 പെറ്റിയടിക്കും സാറ്. ഹെൽമെറ്റ് ഇല്ല, സീറ്റ് ബെൽറ്റ് ഇല്ല, റോഡുമില്ല, പാലവുമില്ല. എന്തല്ലേ പെറ്റിയടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്ക്. ഇവിടുത്തെ ഒരു വല്ലാത്ത ജോലിയാണ്. പാലം പാലം ഇടിഞ്ഞു വീണു താഴോട്ട്. ഇതല്ല, അപ്പുറത്താ. അവിടെ അങ്ങനെ വലിയ കടയൊന്നും അല്ല. നമുക്കങ്ങനെ വലിയ കടയൊന്നും വേണ്ട. പക്ഷെ പല്ല് പൊളിക്കരുത്.